അതിമനോഹരമായ കടൽ തീരം. ഇതെവിടെയാണെന്ന് അറിയണ്ടേ? ഇതാണ് പൂന്തറ കടൽ തീരം. ഇവിടെ അങ്ങ് ദൂരെ ഇപ്പം കാണാൻ രസമുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല കടൽ നല്ല തിരയുണ്ട്. ടൂറിസ്റ്റുകൾക്ക് കാണാൻ വളരെ സന്തോഷമാണെങ്കിലും സാറിന് ഇവിടുത്തെ ഫിഷർമാൻ അവർക്കാണ് മനസ്സിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള സമയം. വീടുകൾ ഇപ്പോൾ തന്നെ ഒത്തിരി എടുത്തുകൊണ്ട് പോയത്, ആ ദൂരെ കാണുന്നൊക്കെ വീടുകളൊക്കെ എടുത്തുകൊണ്ട് പോയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് അങ്ങ് ലോങ് കാണുന്ന ഒരു വ്യൂ ആണ് റാവിസ് ഹോട്ടൽ. റാവിസ് ഹോട്ടലിൽ നമുക്കൊന്ന് പോയി റൂമെടുത്ത് താമസിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം തന്നെ 40,000 രൂപ തന്നെ ഒരു റൂമിന് കൊടുക്കണം, 40-50 ഒക്കെ. പിന്നെ ഈ കട്ടമരങ്ങൾ കണ്ടാവും, സൈഡിൽ ഒത്തിരി കട്ടമരങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് വള്ളങ്ങൾ, ഈ എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ് കട്ടമരങ്ങളെന്നല്ല പറയുന്നത്. എപ്പോഴും പണ്ടായിരുന്ന കട്ടമരങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ഏരിയയിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവരെല്ലാം. ഇവർക്ക് 2 മാസം കടലിൽ പോകാൻ പാടില്ല സർക്കാർ പറഞ്ഞതുകൊണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണുള്ളത്. പിന്നെ ഒത്തിരി പേര് ഈ സർക്കാരിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ കടലിൽ പോയി ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ, സാധാരണക്കാരന ആൾക്കാർക്ക് തന്നെ വിൽക്കുകയും അവർ 100 രൂപ കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ മടിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആണല്ലോ ഉള്ളത്. ലൈഫ് ഗാർഡ് ഇട്ടുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ഇങ്ങനെ കടലിൽ പോകാനായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കണം എൻ്റെ നാട്ടിൽ. ഒരു പക്ഷേ കാണാൻ ഭംഗിയല്ലേ, നല്ല രസമല്ലേ? റാവിസ് ഹോട്ടൽ ആ മുനമ്പാണ്, കടലിൽ ചേർന്നിരിക്കുന്ന ആ മുനമ്പ്. അതിന് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ലോകമാണ്. സമയം കിട്ടുമെങ്കിൽ അവിടെ ആ റാവിസ് ഹോട്ടലിൻ്റെ അവിടെ നിന്നുകൊണ്ട് കടൽ കാണാൻ പറ്റും. നമ്മൾ എവിടെ നിൽക്കുന്നതൊന്നും ഒരു ഐലൻഡ് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും റാവിസ് ഹോട്ടലിൻ്റെ പരിസരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ.